ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മത്തം വെച്ചിട്ടുള്ള സൈഡ് ഡിഷാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോൻ്റെ ഒരു മത്തൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി നാളികേരം ചെരുവിയതും ഒരു 8 ചുവന്നുള്ളിയും 2 വലിയ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 വെള്ളുള്ളി അല്ലിയതാ കട്ടിയായിട്ട് നമ്മൾ ആ നാളികേരത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് മത്തൻ തോലെല്ലാം കളഞ്ഞ് ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു. ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് ഇനി എല്ലാം കഴുകി ഞാനൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഒരല്പം വെള്ളവും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതി. എല്ലാവർക്കും അറിയാമല്ലോ മത്തൻ്റെ വേവ്. എന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ആ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് തരാം. അതിനായിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളുള്ളിയും പച്ചമുളകും ചേർത്ത് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, തരിതരിയായിട്ട്. അപ്പോൾ നമ്മുടെ മത്തൻ്റെ പീസൊക്കെ ശരിക്കും അവിടെ വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞ് കുഴഞ്ഞു പോകും. നമ്മളൊരു മീഡിയം എന്ന് വെച്ചാൽ നല്ലൊരു വേവ്, ഉടഞ്ഞു പോകാതെ ഇതേ കണ്ടീഷനിൽ തന്നെ നമ്മൾ ആക്കിയെടുക്കുക. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു രുചിയായിരിക്കും. ഇതേപോലെ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫാക്കി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പും ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു അല്പം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് 2 വറ്റൽമുളക് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചുവന്നുള്ളിയും കൂടി ചേർത്ത് ഒരുവിധം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ചുവന്നുള്ളി എല്ലാം ചേർത്ത് ആ ഉഴുന്ന് പരിപ്പെല്ലാം ചേരുമ്പോൾ നല്ലൊരു മണമായിരിക്കും, നല്ലൊരു രുചിയായിരിക്കും കഴിക്കാൻ. ഇതൊന്ന് ജസ്റ്റ് ഇതേമാതിരി ഒന്ന് മൂത്തായി വരുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് ആ ചുവന്നുള്ളിൻ്റെ ഇങ്ങോട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കത് പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ തേങ്ങ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അരപ്പിന് ആവശ്യമായ അല്പം ഉപ്പ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം ആ ബോയിൽ ചെയ്ത് വെച്ച മത്തൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. മത്തൻ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കഴിച്ചോളും. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ മസാലയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് ചേർന്ന് പിടിക്കട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മത്തൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച് ചുവന്നുള്ളി കൂടി ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ തോരന്നോ അല്ലെങ്കിൽ എരിശ്ശേരിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു. ഇനി ഞാനത് വേറെ പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ മത്തൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എത്ര കഴിക്കാത്ത കുട്ടികളും ആരും ഇത് കഴിച്ചു പോകും. അത്രയ്ക്ക് നല്ല രുചിയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ മത്തൻ്റെ കറിയും അല്പം മോരും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.